ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ കൂട്ടുന്നത് ഒരു ഷോപ്പിങ്ങിനാണ്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നായ പുള്ളിലൂടെയാണ്. പച്ചപ്പും പാടങ്ങളും സീനിക് ബ്യൂട്ടിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന പ്ലേസാണ് പുള്ള്. നിങ്ങൾ ഇതുവരെ പുള്ളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം. തൃശ്ശൂർ ഭാഗത്തുള്ളവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് പുള്ള്. പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പുള്ളിലേക്കല്ല. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ മണ്ണുത്തിയാണ്. മണ്ണുത്തിയിലെ ലൂസി ഗാർഡനിലേക്കാണ് ആദ്യം ഞങ്ങൾ വന്നിരിക്കുന്നത്. മണ്ണുത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് ചെടി ഷോപ്പിംഗ് ആണ് ഇന്നത്തെ പ്ലാൻ. ഇവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ചെത്തി, സ്നേക്ക് പ്ലാന്റ്, പിന്നെ റോസസ്, ചെമ്പരത്തി, ഇതിൻ്റെയൊക്കെ കളക്ഷൻ നമുക്ക് ആദ്യം കാണാം. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് ആൻഡ് കളർ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇതിനെയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. പല കളേഴ്സിലുള്ള കാക്ടസ്, അതിനോടൊപ്പം തന്നെ ഒരുപാട് സക്യുലൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ റംബൂട്ടാൻ്റെ ഹോം ഗ്രോണും അല്ലാത്തതുമായ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് റംബൂട്ടാൻ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. ഇത് കുരുമുളകിൻ്റെ കളക്ഷനാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ 4 കളേഴ്സിലുള്ള ബൊഗെയിൻവില്ല അവൈലബിൾ ആണ്.
നമ്മളിപ്പോൾ കണ്ടതൊക്കെയാണ് ലൂസി ഗാർഡനിൽ ഞാൻ വന്നപ്പോൾ ഉള്ള കളക്ഷൻസ്. ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അങ്ങനെ ലൂസി ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനി മണ്ണുത്തിയിൽ തന്നെ മറ്റൊരു പ്ലേസിലേക്കാണ് പോകുന്നത്. നമ്മളുടെ അടുത്ത സ്റ്റോപ്പ് മണ്ണുത്തിയിൽ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്ററിൽ നഴ്സറിയാണ്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ നഴ്സറിയിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള ഷോപ്പിംഗ്. ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സിൻ്റെയും പേരും പ്രൈസും അതിൽ അടുത്ത് തന്നെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പോസ് ചെയ്ത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഞങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനും വെറൈറ്റീസും ഒക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഇതിലും ഡിഫറെൻ്റ് ആവാം. ചിലപ്പോൾ ഇതിൽ കൂടുതൽ വെറൈറ്റീസ് ഇവിടെ ഉണ്ടാവാം. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. സോ കുറച്ചുകൂടി കളക്ഷൻ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവൈലബിൾ ആവാം. ചിലതിൻ്റെയൊക്കെ അടുത്ത ബോർഡ് മാത്രം കാണുന്നത്. ഞാൻ ചെന്ന സമയത്ത് അത് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ നഴ്സറിയിൽ പല ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്രോ ഫോറസ്ട്രി പ്ലാന്റ്സ്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, സീഡ്ലിങ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ നഴ്സറിയുടെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഹരിതജാലകം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. പിന്നെ ക്യാഷ് കൗണ്ടറും അവിടെയാണ്. കായപ്പൊടി, ചുക്കുപൊടി, ശർക്കര, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുരുമുളക്, പിന്നെ കോക്കനട്ട് പാം ഷുഗർ, പിന്നെ മഞ്ഞളിൻ്റെ വിത്ത്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വിത്തുകളും അവൈലബിൾ ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ചെടികൾ കടിക്കുന്ന മരുന്നുകളും വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മണ്ണുത്തിയിൽ നിന്ന് തിരിച്ച് തൃപ്രയാർക്ക് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിറയെ സാധനങ്ങളായിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണ് ഞങ്ങൾ ഈ 2 നഴ്സറിയിൽ നിന്നും വാങ്ങിയത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.